early ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്ററായ റെയിൻ ബസേരമേം എന്ന പാഠഭാഗത്തിലെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സൈഡ് ചോദ്യങ്ങൾ ഒരു 6 ഉണ്ട്, നമുക്കിന്ന് പഠിക്കാം. നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദിൻ കാ ആകാശ് ഹേ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹേ ഹൗസ് ഓഫ് കോമൺസ്, ഇസ്സെ അപ്നാ ക്യാ സമച്ച. പകലത്തെ ആകാശത്തെ ധനികൻ്റെ അല്ലെ പ്രഭുവിൻ്റെ സഭ എന്നും രാത്രിയിലത്തെ ആകാശത്തെ എന്താ വിളിക്കുന്നത്? കോമൺസെ സാധാരണക്കാരുടെ ആകാശമെന്നും വിളിക്കുന്നു. ഇതിൽ നിന്ന് അപ്നാക്യാ സമച്ചെന്ന് വെച്ചാൽ ഇതിൽ നിന്നും താങ്കൾ എന്താണ് മനസ്സിലാക്കുകയും ചെയ്തത്? വാക്കുകളിൽ നിന്ന് സാധാരണക്കാരുടെ സഭയും പിന്നാലെ ധനികൻ്റെ സഭയും ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? നോക്കിയ ആൻസറിലെ ദിൻ കാ സമയെ സൂരജ് കി റോഷ്നി ഹോത്തി ഹേ, പകൽ സമയം സൂര്യൻ്റെ റോഷ്നി എത്തപ്പെടുന്നു. ജിസ്സെ അതുകൊണ്ട് സബ് കുച്ച് ചമക്താ ഹേ, അതുകൊണ്ട് എല്ലാം ചമക്കിന തിളങ്ങുകയും ചെയ്യുന്നു. പകൽ സമയത്തെ സൂര്യൻ്റെ റോഷ്നി പ്രകാശം കൊണ്ട് എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? ചമക്കിന തിളങ്ങുന്നു. ഇസ്ലിയെ അതുകൊണ്ട് അതിനെ ഹൗസ് ഓഫ് ലോർഡ് കഹാ ഗയാ ഹേ, അതുകൊണ്ട് അതിനെ ഹൗസ് ഓഫ് ലോർഡ് എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ധനികൻ്റെ സഭ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ സഭ എന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത നോക്കിയേ, ജബ് രാത്രിക്ക് സമയം, എപ്പോഴാണോ രാത്രിക്ക് സമയം രാത്രിക്ക് എന്ന് വെച്ചാൽ രാത്രി സമയത്തെ ആകാശത്തിലെ താരയും ഓർ ചാന്ദ് ദിഖായി ദേത്തി ഹേ, രാത്രി സമയത്തെ ആകാശത്തിൽ താരയും ഓർ ചാന്ദ് ദിഖായി ദേത്തി ഹേ, താരങ്ങളും ചാന്ദ് എന്ന് വെച്ചാൽ ചന്ദ്രനും കാണപ്പെടുന്നു. ഇസ്സെ അതുകൊണ്ട് ഹൗസ് ഓഫ് കോമൺസെ കഹാ ഗയ, ഇതിനെ എന്ത് വിളിക്കുന്നു? ഹൗസ് ഓഫ് കോമൺസെ. ഇസ്സെ ഉസെ, കേട്ടോ, ഇതുകൊണ്ട് അതിനെ ഹൗസ് ഓഫ് കോമൺസ് എന്ന പേരിൽ വിളിക്കപ്പെടുകയും ചെയ്യുന്നു. സാധാരണക്കാരുടെ സഭയെന്ന് വിളിക്കപ്പെടുന്നു. അടുത്ത നോക്കിയേ, ഇസ് പാനി സെ കിസാനോ കോ ഭാരി നുക്സാൻ ഹോ റഹാ ഹേ, പാനി എന്ന് വെച്ചാൽ വർഷ മഴയാണ്. ഈ മഴ കർഷകർക്ക് ഭാരിച്ച നുക്സാൻ നഷ്ടം ഉണ്ടാക്കി. എന്തുകൊണ്ട്? നമുക്കറിയാമല്ലോ, സോയാബീൻ കട്ട് ചെയ്യുന്ന സമയമായിരുന്നു ഇല്ലേ? അന്ന് ഭയങ്കരമായ മഴയായിരുന്നു. ആ സമയത്ത് ആ മഴ കാരണമാണ് വേഗടനും അദ്ദേഹത്തിൻ്റെ സഹായിയായ ചോട്ടുവിനും പതോട എന്ന ഗ്രാമത്തിൽ തങ്ങേണ്ടതായി വന്നത്. നമുക്ക് കഥ അറിയാം. നോക്കിയേ ആൻസറിലെ നോക്കിയേ, ക്യോം കെ എന്തുകൊണ്ടെന്നാൽ, ഭാരിച്ച നഷ്ടം കിസാൻ ഉണ്ടായത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ, ക്യോം കി എന്തുകൊണ്ടെന്നാൽ, യഹ് പാനി യോഗ്യ നഹി ഹേ, ആ മഴ അല്ലെ ആ വർഷ ഒരിക്കലും യോഗ്യമല്ലായിരുന്നു, ഉചിതമല്ലായിരുന്നു. യഹ് പ്രദൂഷിത और അനുപയോഗി ഹേ, ആ മഴ എങ്ങനെയൊക്കെയായിരുന്നു? പ്രദൂഷിതവും അനുപയോഗിയും ആയിരുന്നു. പ്രദൂഷിത മലിനമുള്ളതും അനുപയോഗി ആയിരുന്നു. ജിസ്സെ ഫസലോं की നുക്സാൻ പഹുഞ്ചത്താ ഹേ, ഇതുകൊണ്ട് ഫസൽ എന്ന് വെച്ചാൽ വിളവുകൾക്ക് നുക്സാൻ നാശത്തിലേക്ക് അല്ലെ നഷ്ടത്തിലേക്ക് എത്തിച്ചേർന്നു. വിളവുകൾ എന്തിലേക്ക് പോകുന്നു? നുക്സാൻ നഷ്ടത്തിലേക്ക് അല്ലെ നാശത്തിലേക്ക് നയിച്ചു. അവർ ഖേത്തിക്ക് ഗുണപ്പറെ ബൂര അസർപ്പെടുത്താ ഹേ, ഖേത്തിയുടെ ഗുണത്തെയും ബൂര മോശമായി സ്വാധീനിക്കുകയും ചെയ്തു. ജലം ശരിക്കും കർഷകന് നഷ്ടമാണ് ഉണ്ടാക്കിയത്, കേട്ടോ. ഫസലുകൾക്ക് നുക്സാൻ ഉണ്ടായി, ഖേത്തിയുടെ ഗുണത്തിലെ മോശമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഐസ ലഗ്തദ മാനോ യഹ് രാത്തെ കഫി കദം ഹി നഹീം ഹോഗി, അദ്ദേഹത്തിന് തോന്നിയില്ലേ, ഐസ ലഗ്ത ഹേ, ഇങ്ങനെ തോന്നി ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലേ എന്ന്. ലേഖകോ ക്യോം ഐസ ലഗ്തദ, ലേഖകനെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? നമുക്കറിയാം, ആ പാഗലായ വ്യക്തി വന്ന് ലേഖകനെയും നമ്മുടെ ചോട്ടുവിനെയും എന്ത് ചെയ്തു? ധമക്ക അല്ലേ, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു, ചാട്ടവാർ കൊണ്ടടിക്കും, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അതിലെ ലേഖകന് ഭയമുണ്ടായി. അപ്പോൾ അയാൾക്ക് തോന്നി, നമ്മുടെ ലേഖകന് തോന്നി ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലേ എന്ന്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്തേന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻസറിലേക്ക് നോക്കിയേ, ലേഖക് അർ ചോട്ടു രാത് മേം ഉസെ പാഗൽ വ്യക്തിക്ക് ധമക്കി സഹ് രഹേ ഹൈ, ലേഖകനും ചോട്ടും രാത്മേൻ രാത്രിയിലെ ഉസെ പാഗൽ വ്യക്തി എന്ന് വെച്ചാൽ ഭ്രാന്തനായ മനുഷ്യൻ്റെ ധമക്കി ഭീഷണി സഹ് രഹേ സഹിച്ചു കൊണ്ടിരുന്നു. രാത്രിയിലെ അയാൾ നടത്തിയ ഭീഷണി വരെ സഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പാസ് പടോസുമേ കൈ ഗർധേ, അയൽപക്കത്തെ പാസ് പടോസ് അയൽപക്കം, അവിടെ ധാരാളം വീടുകൾ ഉണ്ടായിരുന്നു. ഉൻകി മദദിക്കേലിയെ, മദം എന്ന് വെച്ചാൽ സഹായം, അവരെ സഹായിക്കാൻ വേണ്ടി കോയിഫി നഹീം ആ രഹേഹായും, ആരും അവിടേക്ക് വന്നില്ല. ഇത്രയും ബഹളം ഉണ്ടായിട്ടും അവരെ സഹായിക്കാൻ വേണ്ടി ആരും അങ്ങോട്ട് വന്നില്ല. ഇസ്ലിയെ അതുകൊണ്ടാണ് ലേഖകൻ ഐസ ലഗ്ത ഹേ എന്ന് വെച്ചാൽ ലേഖകനെ അങ്ങനെ തോന്നുകയും ചെയ്തത്. രാത്രിയിലെ പാഗൽ വ്യക്തി വന്നവരെ ഭീഷണിപ്പെടുത്തി
അയൽപക്കത്തെ ധാരാളം വീടുകളുണ്ടായിരുന്നു. പക്ഷേ അവരെ സഹായിക്കാൻ വേണ്ടി ആരും അവിടേക്ക് വന്നില്ല. അതുകൊണ്ടാണ് ലേഖകന് ഇങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ഈ രാത്രി ഒരിക്കലും അവസാനിക്കില്ലേ എന്ന് തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 4ാമത്തെ 4th ക്വസ്റ്റ്യനാണ്. ഖിതാബേം ഉസ്നെ ഖോൽക്കർ ദേഖി. ഖിതാബേം പുസ്തകങ്ങൾ അയാൾ ഖോൽക്കർ എന്ന് വെച്ചാൽ തുറന്ന് നോക്കി. ഫിറെ ജോം കി ത്യോം വാപ്പസ് രഖ്തി. പിന്നെ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തിരികെ വയ്ക്കുകയും ചെയ്തു. നമുക്കറിയാം ആ പിട്ടു, അതായത് പെട്ടി തുറന്ന് അതിനകത്തിരുന്ന എല്ലാ വസ്തുക്കളും ആ പാകലായിട്ടുള്ള ആത്മീയ വലിച്ചെന്ത് ചെയ്തു? ബാഗർ ഫെങ്കിന വെളിയിലേക്ക് എറിഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് കിട്ടി? കിതാബ്, 2-4 കിതാബാണത് കിട്ടി. അതയാൾ എറിഞ്ഞില്ല, അത് തുറന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ പെട്ടിയിലേക്ക് വെച്ചു. ഓക്കെ, യഹാം ഇവിടെ അപരിചിത വ്യക്തിക്ക കോൻസ മനോഭാവ പ്രകട ഹോത്താ ഹേ. ഇവിടെ അപരിചിതനായ വ്യക്തിയിലെ എന്ത് മനോഭാവമാണ് പ്രകടമായത്? ആൻസർ നോക്കിയേ. ഇസ്കാ കാരൻ യഹായ്ക്ക്. ഇതിൻ്റെ കാരണം ഇതാണ്. ഉസെ വിക്ഷിപ്ത അവസ്ഥാമേം ഫി ഉസെ പാഗലാത്മി കെ മൻമേം यह संस्कृति दबा पड़ा था कि ഗുരു ആർ പുസ്തക കാ ആദർ കർണ ചാഹിയെ. നകെ ഇസ്കാ കാരൻ, ഇതിൻ്റെ കാരണം ഇതാണ്. ഉസെ വിക്ഷിപ്താവസ്ഥമേ, ആ വിക്ഷിപ്തമായ അവസ്ഥയിലെ ഭ്രാന്താവസ്ഥയിലും ആ പാകലായിട്ടുള്ള ആത്മീയുടെ മന്മേ മനസ്സിലെ ഏക സംസ്കാർ ദബാപ്പെടാത, ഈ സംസ്കാരം സംസ്കൃതി ദബിന അമർന്നു കിടക്കുകയും ചെയ്തിരുന്നു. ഏത് സംസ്കാരമാ? ഗുരുവിനെയും പുസ്തകത്തിനെയും ആദരിക്കണം എന്ന സംസ്കാരം. അതുകൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് എടുത്ത് നോക്കിയിട്ട് തിരികെ അതിൽ തന്നെ വയ്ക്കുകയും ചെയ്തത്. മനസ്സിലായോ? ഇതിൻ്റെ കാരണം ഇതായിരുന്നത്, വിക്ഷിപ്താവസ്ഥയിലെ ആ പാകലായിട്ടുള്ള ആത്മീയുടെ മനസ്സിലെ ഈ ഒരു സംസ്കാരം അമർന്ന് കിടന്നിരുന്നു. ഏത് സംസ്കാര? ഗുരുവിനെയും പുസ്തകത്തെയും ആദരിക്കണം എന്നുള്ളത്. അടുത്ത നോക്കിയ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. ഗുത്തി സുലച്ചനലേക്ക്. അരെ ഗുദ്ധി എന്ന് വെച്ചാൽ പ്രശ്നം എന്നുള്ളതാണ്. സുലച്ചന പരിഹാരം. ഗുത്തി സുലച്ചനലേക്ക് എന്ന് വെച്ചാൽ പ്രശ്ന പരിഹാരം ഉണ്ടായേ. സേ ആപ്നെ ക്യാ സമച്ച, ഇതിൽ നിന്ന് താങ്കൾ എന്താണ് ക്യാ സമച്ചന മനസ്സിലാക്കുകയും ചെയ്യുന്നത്? ഈ വാക്കിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നതെന്നാണ്. ആൻസർ നോക്കിയേ. സമസ്യക്ക സമാധാൻ മിൽന. സമസ്യ പ്രശ്നത്തിന് സമാധാനം കിട്ടി. മിൽന എന്ന് വെച്ചാൽ കിട്ടി. ആ പ്രശ്നത്തിന് സമാധാനം കിട്ടി, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത നോക്കിയേ. ലേഖകെ ഫയ ആതങ്കി ഉസ് രാത് കോ മില സമാൻ അപൂർവ മാൻതെഹായും ക്യോം. ലേഖകന് എന്തൊക്കെ ഉണ്ടായി? ഭീതിയും ആ അപകടവും അല്ലേ? ആ അപകടം നിറഞ്ഞ രാത്രിയിലെ എന്താ പറ്റി? അദ്ദേഹത്തിന് മാലുഹുവ അദ്ദേഹത്തിന് ആ രാത്രിയിലെ മില കിട്ടിയ സമ്മാനം അപൂർവമായ സമ്മാനമായിട്ടാണ് ലേഖകന് തോന്നിയത്. ക്യോം, എന്തുകൊണ്ട്? അതായത് നമ്മുടെ ആ പാകലായിട്ടുള്ള ആത്മീയം മടങ്ങിപ്പോയപ്പോഴേ ലേഖകൻ്റെ കയ്യിലെ എന്താ ഒരു 20 പൈസയുടെ നാണയം വെച്ച് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത് അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആദരവായിട്ടാണ് ആർക്ക് തോന്നിയ? ലേഖകന് തോന്നിയത്. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസറിലേക്ക്. അപരിചിത വ്യക്തിക്കോ മാലുഹുവാക്കി ലേഖകെ ഏക്ക് ശിക്ഷക ഹേ. അപരിചിത വ്യക്തിക്ക് മാലുഹുന മനസ്സിലാക്കാൻ കഴിഞ്ഞു. ലേഖകൻ ഒരു അധ്യാപകൻ ആണ്. തബുസ്കാ വ്യവഹാർ ബദൽ ഗയ. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെ അറിഞ്ഞതിന് ശേഷം അയാളുടെ വ്യവഹാർ പെരുമാറ്റ രീതി ബദലിന മാറുകയും ചെയ്തു. നമ്മുടെ ലേഖകൻ ഒരു ശിക്ഷകനാണെന്ന് എന്നുവെച്ചാൽ അധ്യാപകനാണെന്ന് പാകലായിട്ടുള്ള ആത്മീ അറിഞ്ഞപ്പോൾ അയാളുടെ വ്യവഹാർ പെരുമാറ്റ രീതി ബദലിന മാറി. ഉസ്നെ കിതാബേം ഖോൽക്കർ ദേഖി. അയാൾ എന്ത് ചെയ്തു? കിതാബ് എന്ന് വെച്ചാൽ പുസ്തകങ്ങളെ ഖോൽക്കർ ദേഖി എന്ന് വെച്ചാൽ തുറന്നു നോക്കി. ഫേങ്ക്തെ നഹി, തുറന്നു നോക്കിയതേ ഉള്ളൂ. ഫേങ്ക്തെ നഹി, എറിയുകയും ചെയ്തില്ല. ഉസ്സെ ജാത്തെ സമയം, അദ്ദേഹം പോകുന്ന സമയത്ത് ലേഖകെ ഹാത്തുമേ, ലേഖകൻ്റെ കയ്യിലെ 20 പൈസ കാ സിക്ക രഗ. ലേഖകൻ്റെ കയ്യിൽ എന്ത് കൊടുത്തു? 20 പൈസയുടെ ഒരു സിക്ക നാണയവും രഗ വച്ചു കൊടുത്തു. ലേഖകോ യാദാത്താഹെ, ലേഖകന് പെട്ടെന്ന് യാദ് വന്നു, ഓർമ്മ വന്നു. ഉസ്കെ ഷഹർമേം, അദ്ദേഹത്തിൻ്റെ ഷഹർ പട്ടണത്തിലെ ഖൈബാർ സമ്മാൻ മില. ഖൈബാർ എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം സമ്മാൻ ഉസേമില, സമ്മാനം അയാൾക്ക് ലഭിച്ചു. ഓക്കെ, വേറെ ലേഖകോ യാദാത്താഹി എന്ന് വെച്ചാൽ ലേഖകന് യാദാത്ത വന്നു. ഉസ്കെ ഷഹർമേ, അദ്ദേഹത്തിൻ്റെ പട്ടണത്തിൽ ഖൈബാർ പല പ്രാവശ്യം സമ്മാൻ മില, സമ്മാനം ആദരവ് കിട്ടി. ലേക്കിൻ എന്നാലേ അബ് പാഗലാത്മിക്ക് ഹാത്ത് സേമില സമ്മാൻ ഉസ്കോ അപൂർവത. ലേക്കിൻ എന്നാലേ ആ അബെന്ന് വെച്ചാൽ ഇപ്പോൾ പാകലായ ആത്മീയുടെ ഹാത്തെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ആദരവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അപൂർവമായത് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരുപാട് സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിയ ആ ഒരു ആദരവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അപൂർവമായ ആദരവുകൾ ഒന്നായി മാറുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും മഹത്തായ ആദരവായിട്ട് അദ്ദേഹത്തിന് തോന്നി. അത് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണ് അതും കേട്ടോ.
അപ്പോഴേ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതുപോലൊക്കെ അധ്യാപക ദിവസേ അറിയാലോ, ടീച്ചേഴ്സ് ഡേ, അതിനെക്കുറിച്ചുള്ള പോസ്റ്റർ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ ഇടാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.